ജിദ്ദയിൽ തിമിർത്ത് പെയ്ത മഴയിൽ വിവിധ ഭാഗങ്ങളിൽ വെള്ളം ഉയർന്നു. കനത്ത മഴയ്ക്ക് പിന്നാലെ വിമാന സർവീസുകളിൽ ചിലത് വൈകുന്നുണ്ട്. റോഡ് ഗതാഗതവും പലയിടത്തും താറുമാറായി. കനത്ത മഴയാണ് ഉച്ചയോടെ ജിദ്ദയിൽ പെയ്തത്. മഴ തോരാതെ നീണ്ടതോടെ റോഡുകളിൽ വെള്ളം നിറഞ്ഞു. ഉച്ചയോടെ നഗരത്തിലെ വിവിധ വഴികളിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പലയിടത്തും വാഹനങ്ങൾ പിറകിലിടിച്ചു. മഴ കടുത്തതോടെ അബ്ഹൂർ പ്രദേശങ്ങൾ വെള്ളം കയറി. വാഹനങ്ങൾ പലതും വെള്ളത്തിൽ മുങ്ങി. കാരണം ഇന്ന് ഓഫീസിൽ നിന്നൊക്കെ നേരത്തെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 12:30 തന്നെ എല്ലാവരും വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സർക്കുലറും കാര്യങ്ങളൊക്കെ വന്നു. ഭയങ്കര കനത്തമായിട്ടുള്ള മഴയാണ് ഇന്ന് ജിദ്ദയിലുണ്ടായിരുന്നത്. റോഡിലൊക്കെ ഭയങ്കര വെള്ളം. ഇന്ന് സാധാരണ ഒരു അരമണിക്കൂർ ഉണ്ടാകുന്ന യാത്ര വീട്ടിലേക്ക് ഇന്ന് 1 മണിക്കൂർ 1.25 മണിക്കൂർ എടുത്തിട്ടാണ് വീട്ടിലേക്ക് എത്തിയത്. ജിദ്ദയിൽ നിന്നുള്ള വിവിധ വിമാന സർവീസുകളെയും മഴ ബാധിച്ചിട്ടുണ്ട്. യാത്രക്കാർ വിമാന കമ്പനികളുടെ സന്ദേശങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. ഏറിയും കുറഞ്ഞും 5 മണിക്കൂർ മഴ നീണ്ടു. ഇതോടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ഇടമായി ജിദ്ദ മാറി. ഇന്ത്യൻ എംബസി സ്കൂൾ ഉൾപ്പെടെ മഴയെ തുടർന്ന് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. ഹാഇൽ, മദീന, അൽ ഖസീം പ്രവിശ്യകളുടെ ഭാഗങ്ങളിലും മഴയെത്തിയിട്ടുണ്ട്. റിയാദ് പ്രവിശ്യയുടെ ചില പ്രദേശങ്ങളിലും ശക്തമല്ലാത്ത മഴയെത്തി. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ.